ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. കട്ടൻ ചായ 109 അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. രശ്മി വെൽക്കംസ് യു. യുവർ സപ്പോർട്ട് ഈസ് 2505. 2505 സബ്സ്ക്രൈബേഴ്സിനെയാണ് നിങ്ങളെനിക്ക് തന്നത്. എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു കട്ടൻ ചായ തയ്യാറാക്കാം. അതിലേക്ക് ആവശ്യമുള്ള വസ്തുക്കൾ: ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക, മധുരം, വെള്ളം. ലെറ്റ് us സ്റ്റാർട്ട്. ആദ്യമേ നമ്മൾ കാണിക്കുന്നത് വെള്ളമാണ്. 2 ഗ്ലാസ് വെള്ളമാണത്. അടുത്തത് നമ്മൾ പാത്രം. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് ആ വുഡ് പെക്കർ തന്നിട്ടുള്ള ടീക്ക് വുഡിൻ്റെ അതിൽ നമ്മൾ വെച്ച് കട്ടിംഗ് ബോർഡിൽ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഓരോന്നോരോന്ന് കാണിച്ചു തരാം. തേയിലയാണ് ആദ്യം, ഗ്രീൻ ടീ ആണ്. അതിലേക്ക് ഇഞ്ചി ഇടണം. ഇഞ്ചി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നു. കറുവാപ്പട്ട, ഏലക്ക അത് മുഴുവനായിട്ടുള്ളതും അത് അരിഞ്ഞത് വെച്ചതും കാണിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഷുഗർ ഫ്രീ സ്വീറ്റ്നർ, അതായത് മധുരം, പഞ്ചസാര രഹിത മധുരം, അതിൻ്റെ 2 ഗുളിക 2 ഗ്ലാസ് വെള്ളത്തിന്. ഇത് നമ്മുടെ കപ്പ്. പിന്നെ നമ്മൾ വെള്ളം ഹീറ്ററിൻ്റെ മേളിൽ വെച്ചു. വെള്ളം പാത്രം വെച്ചിട്ട് ഹീറ്ററിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നു. വെള്ളം ഒഴിച്ചതിന് ശേഷം പതുക്കെ സ്വിച്ച് ഓൺ ചെയ്യണം. സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പം നമുക്ക് 120 മിനിറ്റ് നേരത്തേക്ക് അത് വർക്ക് ചെയ്യും. അതായത് 2 മണിക്കൂർ നേരത്തെ സെറ്റിംഗ് ആണതിൽ. നമുക്ക് ഇവിടെ 2 മണിക്കൂർ വേണ്ട, നമുക്ക് 2 മിനിറ്റ് കൊണ്ട് ഈ വെള്ളം തിളച്ച് കിട്ടും. അപ്പോൾ അതിനാദ്യം നമ്മൾ ഇടുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചിയും ഈ കറുവാപ്പട്ട, ഏലക്ക, അതിന് നമ്മൾ മൊത്തത്തിൽ മസാല എന്ന് പറയും. അതായത് ചായ മസാല ഉണ്ടല്ലോ, ചായ മസാലയാണ് ഇത് 3 കൂടെ കൂടുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് അത് നമ്മൾ തിളച്ച് വരും. 2 മിനിറ്റ് കൊണ്ട് തിളച്ച് വരും. അപ്പോൾ എനിക്ക് 2 അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ഈ പ്രോഗ്രാം ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, റിപ്പീറ്റ് ചെയ്ത് കാണുന്നവരുണ്ട്. അതായത് റിപ്പീറ്റ് ചെയ്ത് മീൻസ് കഴിഞ്ഞ 108ഉം 107ഉം ഒക്കെ കണ്ടിട്ട് 109ലേക്ക് വന്ന എൻ്റെ കൂട്ടുകാരുണ്ട്. അപ്പം ഈ പുതിയ ആൾക്കാരോട് ഞാൻ പറയുന്ന കാര്യങ്ങൾ, നമുക്ക് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കൊടുക്കുന്നതിന് യാതൊരു പഞ്ഞുമില്ല. ആർക്ക് വേണമെങ്കിലും എൻ്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടും. അത് ചെയ്യേണ്ട ചില ഐഡിയകളുണ്ട്. എന്നോടൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. ചോദിക്കാതെ തന്നെ ഇത് സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നതാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയതായിട്ടുള്ളവർ, അതായത് എൻ്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടാത്തവർ, ആഗ്രഹിക്കുന്നവർ, എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ കാണുക എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ടല്ല, ജസ്റ്റ് ഓൺ ചെയ്യുക. ഓൺ ചെയ്തതിന് ശേഷം അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു ഇമോജി ഇടുക. ഇമോജി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം. അപ്പം അത് കഴിഞ്ഞിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. നമ്മൾ തമ്മിൽ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ തമ്മിലുള്ള ബാധ്യത ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ ആ ഇമോജി ഇട്ട് കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ ഞാൻ നിങ്ങളുടെ വീഡിയോ, നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കും. അപ്പോൾ നിരവധി ആളുകൾക്ക് അങ്ങനെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് യൂട്യൂബിൻ്റെ ഒരു നിയമവും നമ്മൾ ലംഘിക്കുന്നില്ലെന്നാണ് എൻ്റെ തോന്നൽ. അതായത് സബ് ടു സബ് അല്ല. നിങ്ങൾ എനിക്കൊരു റിക്വസ്റ്റ് ഇടുമ്പം, ആ റിക്വസ്റ്റ് വെർബലി അല്ല, ഒരു ഇൻഡിക്കേഷൻ ഇടുമ്പം നിങ്ങളുടെ വീഡിയോ ഞാൻ കാണുകയും ആ കണ്ടതിന് ശേഷം അതിന് കമൻറ്റ് എഴുതി അതിനെ സബ്സ്ക്രൈബും ചെയ്യുക. അതാണ് യൂട്യൂബ് ആഗ്രഹിക്കുന്നത്. എനിക്ക് 2500 പേര് വന്നതും അങ്ങനെ തന്നെയാണ്. ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് ചോദിച്ചില്ല. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് സഹാനുഭൂതി കൊണ്ടോ സന്തോഷം കൊണ്ടോ സബ്സ്ക്രൈബ് ചെയ്തവരാണ്. അപ്പോൾ നമ്മുടെ ചായ തിളച്ചു, നമ്മൾ ചായപ്പൊടി അതിലേക്ക് ഇട്ടു, തേയില ഇട്ടു, ഗ്രീൻ ടീ ഇട്ടു. അപ്പോൾ അറിയിപ്പ് കഴിഞ്ഞു കേട്ടോ, അത്രയേ ഉള്ളൂ അറിയിപ്പ്. ഈ ഗ്രീൻ ടീ ഇട്ട് കഴിഞ്ഞാൽ സ്വല്പ സമയം കഴിയുമ്പോൾ നമുക്ക് ഫിൽറ്റർ ചെയ്യാം. ആ ഫിൽറ്ററിങ് സിസ്റ്റമാണിത്. ആ ഫിൽറ്ററിങ് സിസ്റ്റം എന്ന് പറയുന്നതിന് പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. അത് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ ക്യാമറ പിടിക്കുന്ന കൈ, നമുക്ക് ഈ ഹാൻഡിൽ ഈ ഇതുള്ളതുകൊണ്ട്, ഹാൻഡിലുള്ള ഈ അരിപ്പയുള്ളതുകൊണ്ട് നമുക്കത് എളുപ്പമുണ്ട്. പുറത്ത് തകർത്ത് മഴ പെയ്യുകയാണ്, അതുകൊണ്ട് സൗണ്ട് ഒത്തിരി വരുന്നുണ്ട്. സാരമില്ല, പ്രകൃതി നമ്മൾക്ക് അനുകൂലമാണ്, മഴ കിട്ടട്ടെ. അപ്പോൾ സ്വീറ്റ്നറിൻ്റെ ആ പെല്ലറ്റ് 2 ഇട്ടു. ഇത് ഷുഗർ ഫ്രീ ആണ്, അതുകൊണ്ട് തന്നെ ഡയബറ്റിക്സുകാർക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നല്ല സാധനമാണത്. ഞാൻ അതിനകത്ത് ചായ കൂടാതെ തന്നെ പലഹാരങ്ങളും ആ പൊടി അതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ സാധാരണ കാണുന്ന പോലെ നമ്മൾ ആ കപ്പിലേക്ക്, നമ്മൾ വളരെ മോഹിച്ച് മേടിച്ച കപ്പാണ്, ആ കപ്പിലേക്ക് നമുക്കൊരു കപ്പ് ചായ ഒഴിക്കുന്നത്. എന്നിട്ട് ഈ 1 കപ്പ് ചായയെ നമ്മൾ ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുന്നു. ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ട് നമുക്ക്
പ്രാർത്ഥിക്കുന്നതിനുള്ള സംവിധാനങ്ങളാണത്. അതായത് നമ്മളൊരു ഈ ചായ ഉണ്ടാക്കുന്നത് പ്രാർത്ഥനയ്ക്ക് കൂടി വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ആദരവോടുകൂടി ബൈബിൾ എടുത്തുകൊണ്ട് വന്നു നമ്മുടെ ഈ മേശപ്പുറത്ത് ചായയുടെ അടുത്ത് വച്ചു. അപ്പോൾ ബൈബിൾ ഒരു വിശുദ്ധ ഗ്രന്ഥമാണ്. ബൈബിളിൽ നിന്ന് നമുക്ക് ഒരു വചനം തരുന്നത് ഫാദർ മാത്യു വയലാമണിൽ അച്ഛൻ്റെ ഉപവാസ നിയോഗ പ്രാർത്ഥന ഇന്നത്തെ അധ്യായത്തിൽ നിന്നാണ്. അതാണ് എൻ്റെ ഈ പ്രോഗ്രാം നമ്മൾ ഉണ്ടാക്കാനായിട്ട് ലേറ്റായി പോകുന്നത്. അപ്പോൾ ആ പ്രോഗ്രാം കണ്ടതിന് ശേഷമാണ് നമുക്ക് അതിൽ നിന്ന് വചനം കിട്ടുന്നത്. ഇതാണ് മാത്യു വയലാമണിൽ അച്ഛൻ. അപ്പം നമുക്ക് കിട്ടിയ വചനങ്ങൾ, ഇന്നത്തെ വചനം മത്തായിയുടെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 13, 14, 15, 16, 17, 18 തിരുവചനങ്ങൾ. ഞാനതിവിടെ വായിക്കാം. മത്തായി അധ്യായം 14, 5 അപ്പം 5000 പേർക്ക് എന്നുള്ളതാണ് എൻ്റെ ഹെഡിങ്. 13-ാമത്തെ വചനം. യേശു ഇത് കേട്ട് അവിടെ നിന്നും പിൻവാങ്ങി വഞ്ചിയിൽ കയറി തനിച്ച് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. ഇതറിഞ്ഞ് ജനക്കൂട്ടം പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവനെ പിന്തുടർന്നു. 14. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. 15. സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ച് പറഞ്ഞു, ഇതൊരു വിജനസ്ഥലമാണ്, നേരവും വൈകിയിരിക്കുന്നു. ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക. 16. എന്നാൽ യേശു പറഞ്ഞു. 17. അവർ പോകേണ്ടതില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അവർ പറഞ്ഞു, 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഇവിടെ ഞങ്ങളുടെ പക്കലുള്ളൂ. 18. അവൻ പറഞ്ഞു, അത് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. കർത്താവ് ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ പ്രോഗ്രാം കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം. ശുഭം.